എല്ലാവർക്കും നമസ്കാരം. ടർബോ കുടുംബത്തിൻ്റെ സ്വാഗതം പേഴ്സണലി നേരുകയാണ്. നമ്മുടെ പ്രസ് മീറ്റ് ആരംഭിക്കുകയാണ്. ഇതൊക്കെയാണ് ജോസേട്ടായിയുടെ നാട്ടിലെയും ജോസേട്ടായിയുടെ സിനിമയിലെയൊക്കെ പ്രധാനപ്പെട്ട ആളുകൾ. അപ്പോൾ അറ്റത്തുനിന്ന് ആളുകൾ ഓരോരുത്തരോരോരുത്തരെടുത്ത് സംസാരിച്ചു തുടങ്ങും. അവരെ സ്വയം പരിചയപ്പെടുത്തും. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് ചോദ്യങ്ങളിലേക്ക് കടക്കാം. എല്ലാവർക്കും നമസ്കാരം. ഒരു സെക്കൻഡ്. നമസ്കാരം. ടെർബോയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഞാനിതിൽ സിജോ എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ജോസേട്ടായുടെ പിള്ളേരിൽ ഒരാളാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. എൻ്റെ പേര് ക്രിസ്റ്റോ ആണ്. മ്യൂസിക് ഡയറക്ടറാണ് ഈ പടത്തിൻ്റെ. ക്രിസ്റ്റോ ആണ് ബ്രഹ്മയുഗത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ. ഇത് 4ാമത്തെ പടമാണ്. ഓരോ പടം ഓക്കെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ 2ാമത്തെ പടമാണ് മമ്മൂട്ടി കമ്പനിയോടൊപ്പം മമ്മൂക്കയോടൊപ്പം. ജെറി എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. കൂടുതലൊന്നും പുറത്തേക്ക് പറയാൻ പാടില്ല എന്ന് MMT പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഓരോരുത്തർക്ക് കൊടുക്കാം, അടുത്ത ആൾക്ക് കൊടുക്കാം. ഹലോ, എൻ്റെ പേര് അമിന നിജാം. ഞാൻ ഈ ടർബോ എന്ന് പറയുന്ന സിനിമ ഭാഗമാകുന്ന എനിക്ക് വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ആൻഡ് ഇറ്റ് വാസ് നൈസ് എക്സ്പീരിയൻസ് വർക്കിംഗ് ഇൻ ദ മൂവി. ഈ പടത്തിൽ ഞാൻ നിരഞ്ജന എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രാജ് ബി ഷെട്ടിയാണ്. സോ I work as actor and writer and director in Kannada. ഈ പടത്തിൽ ഞാൻ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, വെട്രിവേൽ ഷൺമുഖസുന്ദരം. സോ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. ഇതിക്ക് ടു എക്സിക്യൂട്ട് ദിസ് ക്യാരക്ടർ ഐ തിങ്ക് ദ ഹോൾ ടീം ഇൻക്ലൂഡിങ് മെഗാസ്റ്റാർ മമ്മൂട്ടി സാർ ആൻഡ് ദ ഡയറക്ടർ were so cooperative and helpful. I'll be very thankful to the audience of Kerala and to the response they are giving to the trailer and to the character. Thank you. നമസ്കാരം. മിഥുൻ മാനുവൽ തോമസ്, തിരക്കഥാകൃത്താണ്. വൈശാഖേട്ടൻ്റെ കൂടെ ആദ്യത്തെ സിനിമയാണ്. നമുക്കൊരു കൂടെ ആദ്യത്തെ സിനിമയാണ്. 23-ാം തീയതി പടം റിലീസാണ്. എല്ലാവരും തിയേറ്ററിൽ എത്തണം, കാണണം. ജോസേട്ടായിൻ്റെ കേൾക്കുന്നില്ലേ? എല്ലാവരും 23-ാം തീയതി തിയേറ്ററിൽ എത്തണം, കാണണം. ജോസേട്ടായും സംഘവും 23-ാം തീയതി എത്തുകയാണ്. നമസ്കാരം. ഞാൻ മമ്മൂട്ടി. ഞാൻ ഈ പടത്തിൽ ഈ ജോസ് എന്ന ജോസേട്ടായി ആയിട്ടാണ് അഭിനയിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ 5ാമത്തെ പടത്തിലാണ് ഞാൻ അഭിനയിക്കുന്നത്. ഈ പടത്തിൽ ഇവിടെ എല്ലാവരുടെയും അഭിനയിക്കാൻ പറ്റിയ അവസരം ഞാൻ സന്തോഷവും. ഈ പടം ഞങ്ങൾ 23-ാം തീയതിയാണ് റിലീസ് ചെയ്യുന്നതെന്നാണ് അറിഞ്ഞത്. എല്ലാവരും കാണണം. സന്തോഷം. നമസ്കാരം. എൻ്റെ പേര് വൈശാഖ് എന്നാണ്. മമ്മൂട്ടി കമ്പനിയുടെ ആയിട്ട് ആദ്യമായിട്ടാണ് സിനിമ ചെയ്യുന്നത്. മമ്മൂക്കയുടെ കൂടെ ഇതിനു മുമ്പ് 2 സിനിമകൾ ചെയ്തിട്ടുണ്ട്. രസകരമായ ഒരു അനുഭവമായിരുന്നു, സിനിമയായിരുന്നു. എല്ലാവരും സിനിമ കാണണം. 23-ന് സിനിമയാണ്. ഞാൻ നിങ്ങളുടെ വീട്ടിൽ പഠിക്കാം. അതൊക്കെ എനിക്ക് വളരെ സന്തോഷം. ഞാൻ മമ്മൂക്കയുടെ കൂടെ 2ാമത്തെ പടമാണത്. പക്ഷേ ഇങ്ങനെ ഒരു പ്രസ് മീറ്റിങ്ങിൽ മമ്മൂക്കയുടെ കൂടെ ഇരിക്കുന്നത് ആദ്യമായിട്ടാണ്. ഇങ്ങനെ ഒരു ടീമിൻ്റെ കൂടെ ഇപ്പോൾ ഇരിക്കുന്ന ഇതെനിക്ക് വളരെ പ്രൗഡായിട്ട് തോന്നുന്നു. പിന്നെ എല്ലാവരും വന്ന് സിനിമ കാണണം, അനുഗ്രഹിക്കണം. 23-ാം തീയതി റിലീസാണ്. നന്ദി. നമസ്കാരം. എൻ്റെ പേര് അഞ്ജന ജയപ്രകാശ് എന്നാണ്. ടർബോയിൽ ഞാൻ ഇന്ദുലേഖ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്.
ഇവരുടെ എല്ലാവരുടെയും കൂടെ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ കൂടെ, മമ്മൂക്കയുടെ കൂടെ, വൈശാഖ് സാറിൻ്റെ കൂടെ, നിതിൻ ചേട്ടൻ്റെ കൂടെ എല്ലാവരുടെയും കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. 23rd പടം റിലീസാണ്. വെരി എക്സൈറ്റഡ്. എല്ലാവരും പോയി പടം കാണാം. താങ്ക് യു. നമസ്കാരം, ഞാൻ നിരഞ്ജന അനൂപ്. ടെർബോ എന്ന് പറഞ്ഞ ഇത്രയും വലിയൊരു സിനിമയുടെ ചെറിയ ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ ക്യാരക്ടറുടെ പേര് സിത്താര എന്നാണ്. 23-ാം തീയതിയാണ് റിലീസ്. എല്ലാവരും പടം പോയി കാണും. നമസ്കാരം, ഞാൻ ജോണി ആൻ്റണി. ഞാൻ മമ്മൂട്ടി കമ്പനിയുടെ സിനിമയിൽ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. ഞാൻ 4 സിനിമ മമ്മൂട്ടി വെച്ച് സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിന് പകരമായി എനിക്ക് 40 സിനിമ അഭിനയിക്കാൻ തരാമെന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തായാലും വളരെ നല്ല രസകരമായ അനുഭവമായിരുന്നു. വൈശാഖ്, മിഥുൻ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ മമ്മൂക്കയുടെ വരവ് അറിയിക്കുന്ന ഒരു കഥാപാത്രമാണ്. എനിക്ക് അതിൽ അഭിയാസം ചെയ്യാൻ പറ്റിയ ഒരു അഭിമാനമായിട്ട് തോന്നുന്നു. ജോസിൻ്റെ വരവ് അറിയിക്കുന്ന കഥാപാത്രമാണ്. അപ്പോൾ ഒത്തിരി സന്തോഷം. പടം എല്ലാവരും 23-ാം തീയതി കാണുക. ഒരു വലിയ വിജയമാക്കി തരിക. നന്ദി. നമസ്കാരം, ഞാൻ സമദ്. മമ്മൂക്ക അവസരം തന്നതുകൊണ്ട് മമ്മൂക്കയുടെ 10ാമത്തെ സിനിമ ഓവർസീസ് ചെയ്യാൻ കഴിഞ്ഞ ആളാണ് ഞാൻ. ഒത്തിരി സന്തോഷം. താങ്ക് യു. സിനിമ ടെർബോ ഒരു എൻ്റർടൈനറാണ്. ജോസേട്ട് നമുക്ക് വേറെ വേറെ വാക്കുകളാണ് സിനിമ വിശേഷിപ്പിക്കുകയാണെന്ന് അദ്ദേഹം പറയും. അപ്പോൾ ഞങ്ങളെല്ലാവരും എൻ്റർടൈനർ എന്നുള്ള വാക്കിൽ എല്ലാവർക്കും കാണാവുന്ന ഒരു സിനിമ എന്നുള്ള വാക്കിലാണ് ഞങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. തിയേറ്ററിൽ രസകരമാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഹ്യൂമർ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ ഉണ്ട്, നിങ്ങൾ ട്രെയിലറിൽ കണ്ടതാണ്. പിന്നെ ഒരുപാട് പ്രതിഭാനന്തരായ ആർട്ടിസ്റ്റുകളുണ്ട്, നല്ല സാങ്കേതിക പ്രവർത്തകർ, ക്രിസ്റ്റോ അടക്കമുള്ളവർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. മമ്മൂട്ടി കമ്പനിയുടെ 5ാമത് ചിത്രം ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. അപ്പോൾ 23-ാം തീയതി എന്തായാലും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, സിനിമയെ ഒരു വൻ വിജയമാക്കി മാറ്റുക. അതോടൊപ്പം ഇനി അല്പനേരം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഇതൊരു സാമ്പിൾ മാത്രമാണ്. അപ്പൊ യഥാർത്ഥ വെടിക്കെട്ട് ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. കുഴി ചടിക്കല്ലേ? അത് വെടിക്കെട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വന്നേക്കാം. തോന്നട്ടെ എങ്ങനെയെങ്കിലും. നിങ്ങളത് ഉടക്കല്ലേ? ട്രിപ്പിൾ സ്ട്രോങ് ആണോ? അങ്ങനെ അതായത് ഡയറക്ടർ പറയട്ടെ, ഞാനൊന്നും പറയുന്നില്ല. സ്ട്രോങ് ആണ്, ഡബിൾ സ്ട്രോങ് ആണ്, ട്രിപ്പിൾ സ്ട്രോങ് ആണോ? അതൊക്കെ നിങ്ങൾ സിനിമ കണ്ടിട്ട് തീരുമാനിച്ചാൽ മതി. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കഥയുടെ അല്ലെങ്കിൽ ആ സിനിമയുടെ സ്വഭാവത്തിനനുസരിച്ച് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എല്ലാവരും. പ്രത്യേകിച്ചും നമുക്ക് ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്തിരിക്കുന്ന സിനിമയാണ്. നിങ്ങൾക്ക് സന്തോഷമുണ്ടാകാനും നിങ്ങൾക്ക് ആനന്ദമുണ്ടാകാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം അത്രയും കഷ്ടപ്പെട്ടത്. നിങ്ങൾ കാണൂ, അത് നിങ്ങൾ തീരുമാനിക്കും. നമുക്ക് പടത്തിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും? ഇപ്പോൾ മുൻകൂട്ടി പറയുവാണെങ്കിൽ എനിക്കത് ചോദിക്കാമോ എന്ന് അറിയില്ല. ഞാൻ കേട്ടൊരു കാര്യമാണ്, ചോദിക്കാമോ? അങ്ങനെ വേണേ പറയാം. എന്ന് വെച്ചാൽ ഒരു സ്കാമിനെ കുറിച്ചാണ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജും മുന്നറിയിപ്പൊക്കെ നമുക്ക് കിട്ടാൻ കാര്യങ്ങൾ സിനിമയിൽ ഉണ്ട്. അതിപ്പോ അത് സിനിമയിലൂടെ പോകുന്നതാണ്. അതിപ്പോ അതിൽ വളരെ പോസ്റ്റഡെന്ന് പറയുന്നില്ല. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്കാം ഉണ്ടെന്ന്. ചോദിക്കുന്നത് എന്താണ്? എല്ലാവർക്കും അറിയാവുന്നവര് സ്കാം ഉണ്ട് കഥ. നമുക്ക് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതിന് പേടിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, വൈശാഖ് സാറിന്റെ അടുത്താണ്. അയ്യോ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. ട്രെയിലറിൽ നമ്മളൊരു റിഫൈൽ ഷോട്ട് കാണുന്നുണ്ട് തോക്ക് വെച്ചിട്ട്. അത് ഇതുവരെ ഞാൻ മലയാളത്തിൽ അങ്ങനെ ഷോട്ട് കണ്ടിട്ടില്ല. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ആണ് എടുത്തേക്കുന്നത്. അപ്പൊ അതിനെ പറ്റി ഒന്ന് ഷോട്ട് നമുക്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. കാരണം അത് നമുക്ക് അല്ല, ആ ഷോട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അത് റിഗ് ചെയ്തിട്ട് ഒരു സ്റ്റിക്കിൽ റിഗ് ചെയ്തിട്ട് ഒരു സ്റ്റിക്കിൽ ഒരു ക്യാമറ റിഗ് ചെയ്തിട്ടാണ്. ശരി, കാണിച്ചു തരും കേട്ടോ. എത്രത്തോളം കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അത് പല തവണ നമ്മളിങ്ങനെ പറഞ്ഞില്ല, എല്ലാവരും നന്നായി കഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ജോയിൻ്റെ
ഇപ്പോൾ വീണ്ടും വീണ്ടും അത് ഓർപ്പിക്കട്ടെ. മലയാള ഫിലിമിൽ ഒരു ഡയലോഗ് ഉണ്ട്, അവന്റെ ഇടി എന്ന് പറഞ്ഞാൽ ഒരു 1.5 കിൻഡൽ വരുന്നു. ടർബോ ജോസിന്റെ ഇടിക്ക് എത്ര കിൻഡൽ ഉണ്ടാവും? കൊണ്ടു നോക്ക്, അല്ലെങ്കിൽ കണ്ടു നോക്ക്. രാജ്ബിഷേട്ടി, മമ്മൂക്ക എന്ന് പറയുന്ന ആക്ടറിനെ നമ്മൾ ഇപ്പോൾ പല ആളുകളും മമ്മൂക്കയുടെ ചില അച്ചായ കഥാപാത്രങ്ങൾ ഇപ്പോൾ ബാക്കിയുള്ളവരെന്നെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് എടുത്ത് ചെയ്യുമ്പോൾ മമ്മൂക്കയുടെ അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ പോയിട്ട് പഠിക്കുകയും അതിനൊരു മീറ്ററാക്കി വയ്ക്കുകയും ചെയ്യുന്ന അതാണ് അച്ചായ ക്യാരക്ടേഴ്സിനുള്ള ഒരു ഐക്കോണിക് സ്റ്റേച്ചർ മലയാളത്തിൽ. ഇപ്പോൾ കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറയുന്ന പോലത്തെ ഒരു ക്യാരക്ടറിനെ നമ്മൾ അങ്ങനെ പിന്നെ ആരും സൃഷ്ടിച്ച് കണ്ടില്ല. സോ മമ്മൂക്കയുടെ കൂടെ ഓപ്പോസിറ്റ് അത് പെർഫോം ചെയ്ത് കാണിക്കുക. നിങ്ങളും ആദ്യമായിട്ടാണല്ലോ അങ്ങനെ കൊമേഴ്ഷ്യലി ആയിട്ടുള്ള ഒരു വില്ലനായിട്ട് എത്തുന്നത്. മമ്മൂക്കയെ നമ്മൾ കുറച്ച് കാലത്തിന് ശേഷമാണ് ഇത്രയും കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു പ്രൊട്ടഗോണിസ്റ്റ് ആയിട്ട് കാണുന്നത്. സോ എന്തൊക്കെ പുതിയത് കൊമേഴ്ഷ്യൽ സിനിമയെ പറ്റിയിട്ട് മമ്മൂക്കയിലൂടെ മനസ്സിലായി? എവറിഥിങ് ഐ ലേൺ ഹിയർ ഈസ് ന്യൂ. നമ്മുടെ വൈശാഖ് സാറുടെ ടെക്നിക്സ് ഓർ ദ വേ മിഥുൻ ഹാസ് റിട്ടൺ or for example, the first day I went, I was a little scared because of the language. എനിക്ക് മലയാളം അറിയൂ, പക്ഷേ അവരുടെ മുമ്പ് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇൻറ്റിമിഡേറ്റ് ആയി. അവരുടെ എൻ്റെ ഡയലോഗ് ഫ്ലോ കുറച്ചും കൂടി മാറി. Then he said the same dialogue in his flow. The moment he said, I was like, why did I think in this way? Then, like, I was so comfortable because I knew that he's not judging me, and and the unfortunate thing was he didn't have dialogue. He had to look at me. That was much more scary. He's just looking at me. I need to tell him. I'm like, okay. But the moment he gave me the flow, I could actually hold on to the scene. So then I knew that there is a lot to learn in the commercial space that bridge cinema makers or indie filmmakers need to learn. The way they write, the way they approach Vishnu Sharma's camera angle, the way Sir performed, or Vaishak, how he ideated the scene and everything. That I think I really say it's a film school to me. But they paid me the fees, that's all. ഹിറ്റ് ആക്ഷൻ സീനുകളിൽ മമ്മൂക്ക എല്ലാ ആക്ഷൻ സീനുകളും ഇടത് കൈ കൊണ്ടാണ് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ളത്. ആ സിനിമ കണ്ടാലും അറിയാം, മമ്മൂക്ക അത് എഫേർട്ട് എടുത്തിട്ട് എല്ലാം ആക്ഷൻ തുടങ്ങുന്നത് ഇടത് കൈ കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു കൊമേഴ്ഷ്യലായ സിനിമയിൽ അങ്ങനെ ഒരു ചെറിയ എഫേർട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല ആക്ച്വലി. പക്ഷെ ആ ഒരു വ്യത്യസ്തത നമുക്ക് കാണാം. അപ്പോൾ വൈശാഖ് ഏട്ടനോടും മമ്മൂക്കയോടാണ്. ടർബോയിൽ ഇപ്പോൾ 104 ദിവസത്തിൽ ഏകദേശം 70% സമയവും ആക്ഷനും സ്റ്റണ്ടിന് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത്. അങ്ങനെ മമ്മൂക്കയുടെ ഭാഗത്ത് കണ്ട ഇനീഷ്യേറ്റീവ്സ് ഒക്കെ ഒന്ന് പറഞ്ഞു. ഒന്നാമത് ഇവരൊന്നും പറയാൻ സമ്മതിക്കില്ല. നമ്മൾ നിങ്ങളുടെ ഫോട്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന അറിയില്ല, ടർബോയുടെ നമ്മുടെ ഫസ്റ്റ് സ്ക്രീൻ വന്നത് അത് തന്നെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ടർബോ പഞ്ച് എന്ന് പറഞ്ഞൊരു പഞ്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ലെഫ്റ്റ് ഹാൻഡ് പഞ്ചാണ്. ആ പഞ്ചിൻ്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. നമുക്ക് എന്നോട് പറഞ്ഞിരുന്നു അടിയോടടി സിനിമ തരാമെന്ന്. വാക്ക് പാലിച്ചിട്ടുണ്ട്. ഈ ഇപ്പം ഭീഷ്മകത്തിൽ നമ്മൾ നോക്കുന്ന നേരത്ത് അതിന്റെ ഫൈറ്റ് സീക്വൻസിലൊക്കെ ബോൾട്ട് പോലത്തുള്ള ന്യൂ ടെക്നോളജീസുമായിട്ട് നമുക്ക് മല്ലിടുന്നതാണ്, ഇല്ലെങ്കിൽ അതിനെ തോൽപ്പിക്കുന്നതാണ്. അപ്പം നേരെ മറിച്ച് ഇപ്പം ടർബോയിൽ വരാൻ നേരത്ത് ഫൈറ്റ് സീക്വൻസിന്റെ അത് ഇപ്പം ട്രെയിലർ കട്ട്സിലൊക്കെ നമ്മൾ കണ്ടത് ഗംഭീരമായിട്ടുള്ള ഷോട്ട്സ് കാര്യങ്ങളൊക്കെയാണ്. അതിനെ എങ്ങനെയായിരുന്നു ഈ ടെക്നോളജിയുമായിട്ട് മമ്മൂക്കയുടെ മല്ലിടല്? നമുക്ക് ടെക്നോളജിയുമായി മല്ലിടേണ്ട കാര്യമില്ല. വളരെ നല്ല ധാരണ ടെക്നോളജിയിലുള്ള ആളാണ്, നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇപ്പോൾ സാധ്യമായിട്ടുള്ള ഒരു പരമാവധി ലഭിക്കാവുന്ന എല്ലാ ടെക്നോളജികളും എല്ലാ എക്യുപ്മെൻറ്റ്സുകളും ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് ചെയ്യാവുന്ന ഒരു ബെസ്റ്റ് കൊടുക്കാൻ പറ്റിയെന്നാണ് വിശ്വാസം. കണ്ടു നോക്കും. അപ്പോൾ ഈ മമ്മൂക്കയുടെ വോയിസ് മോഡുലേഷൻ്റെ ഭയങ്കര ഒരു ഫാനാണല്ലോ. അപ്പോൾ ഈ ഓസിലറിൽ ഡെവിൾസ് ഓൾട്ടർനേറ്റീവും അല്ലെങ്കിൽ ഇതിനകത്ത് ടർബോ ജ്യൂസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ. ഈ മമ്മൂക്ക പറയുമ്പോൾ അതൊരു ഭയങ്കര ഡിഫറെൻറ്റ് ബോൾ ഗെയിമാണ്. അപ്പോൾ ഈ ഡയലോഗ്സ് എഴുതുമ്പോഴും എന്തൊക്കെ എഫേർട്ടുകൾ ആ ഒരു ഫാൻ ബോയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്? നമ്മളങ്ങനെ ഒരു ഭയങ്കര ചീസി ഡയലോഗുകൾക്ക് ഇതിനകത്ത് അങ്ങനെ കാര്യമായിട്ട് ശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ ജോസേട്ടായി പറഞ്ഞതുപോലെ തലയ്ക്ക് മീതെ പ്രശ്നങ്ങൾ വന്ന് നിൽക്കുമ്പം വർത്തമാനം പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് പുള്ളി പല ഘട്ടങ്ങളിലും നിൽക്കുന്നത്. പിന്നെ ഉള്ള ഡയലോഗുകൾ, രസമുള്ള ഡയലോഗുകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് പുള്ളി പറയുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവുമല്ലോ. ആ ഭംഗി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ എഴുതിയിട്ടേ ഉള്ളൂ, ബാക്കി അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹം പറയുമ്പോൾ ഉണ്ടാകുന്നൊരു ഭംഗിയുണ്ടല്ലോ.
അതുണ്ടാവും. ഈ കാലത്ത് രണ്ടാമത്തെ സിനിമയാണ് ചെയ്യുന്നത്. ഈ കഥ പറയുമ്പോൾ മമ്മൂക്കായുമായിട്ട് സംസാരിക്കുമ്പോൾ ഇത്തരമൊരു കഥയാണ് ചെയ്യുന്നത്. നമുക്ക് തോന്നുന്നു കുറേ ആക്ഷൻ ഉള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. വേറെ പല രീതിക്ക് മേക്കിംഗ് ചെയ്ത സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള ആളുകളാണ്. ഈ കഥ പറയുമ്പോൾ മമ്മൂക്ക എങ്ങനെയാണ് താങ്കളുടെ അടുത്തൊരു പ്രതികരണം നടത്തിയത് ആദ്യം ഫസ്റ്റ് ടൈം? ഞാനും വൈചാട്ടിനും കൂടെ പൂനെയിലെ കണ്ണൂർ സ്പോണ്ട് ലൊക്കേഷനിൽ പോയിട്ട് കഥ പറയുമ്പം കഥ കേട്ടപാടെ പുള്ളി അത് ഇത്രയും ആക്ഷനോട് കൂടി തന്നെയാണ് പറഞ്ഞത്. പുള്ളി അത് ഓക്കെ അടിച്ചു. അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പം ഒരുപാട് ആക്ഷനുണ്ട്, ഒരുപാട് നൈറ്റ് സീക്വൻസുകളുണ്ട്. അപ്പോൾ അത് പുള്ളി അത് അപ്പം തന്നെ അത് ഓക്കെ അടിച്ചതിൻ്റെ കാരണം അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാൻ തീരുമാനിച്ചുകൊണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അത് അങ്ങനെ തന്നെ ആയിരുന്നു. ഞാൻ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതെ, അത് മറ്റൊരു ചലഞ്ച്. നമ്മുടെ മാഷിനെ കണ്ടപ്പോൾ ഇവിടെ ഒരു സിനിമയുടെ ലൊക്കേഷൻ മാഷ് പറഞ്ഞൊരു ഡയലോഗാണ്. ഞാൻ ചോദിക്കുകയാണ്, മമ്മൂക്ക വീണ് കിടന്ന് നമ്മൾ ഇതിൽ കാണില്ലോ, വീണ് ഇപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം വേറൊരു ഡോപ്പ് ഇട്ട് ചെയ്യാമെന്ന് മമ്മൂക്ക പറഞ്ഞു. വേണ്ട, ഇത് ഞാൻ തന്നെ ചെയ്യുമെന്ന്. 95% മമ്മൂക്ക തന്നെയാണ് ചെയ്തതെന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. ശതമാനം കണക്കുകളൊന്നും എടുക്കേണ്ട കാര്യമില്ല. ടെക്നോളജിയുടെ ഭാഗമായിട്ട് വിട്ടു. മമ്മൂക്കയുടെ എല്ലാ എഫേർട്ടും എടുത്തിട്ടുണ്ട്. അതാണ് മമ്മൂക്ക ഫുൾ അത് ചെയ്തു എന്നാണ് പറഞ്ഞത്. അതാണ് നമുക്ക് സമ്മതിക്കില്ല. അങ്ങനെ വേറെ അദ്ദേഹം അതിൽ മാത്രമല്ല, നമ്മൾ തൻ്റെ ബോഡി ലാംഗ്വേജിൽ ഭയങ്കരമായി കോൺഷ്യസ് ആയിട്ടുള്ള ആളാണ്. അപ്പം അങ്ങനെ ഒരുപാട് വേറെ ഷോട്ടിൽ എടുക്കാൻ സമ്മതിക്കുന്ന ഒരാളല്ല പുള്ളി. അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആളാണ്. നിങ്ങൾ സിനിമയുടെ എന്റർടൈൻമെന്റ് ആയി കാണും, അത് എൻജോയ് ചെയ്യും. നമുക്ക് ഫൈറ്റ് ചെയ്തേക്കാണ്, ഫൈറ്റ് ചെയ്തിരിക്കാം. നമുക്ക് വെച്ച് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഫൈറ്റ് ചെയ്തിരിക്കുക. അതാണ് സത്യം. അല്ല, 4 സിനിമകൾ മമ്മൂക്കാനെ വെച്ചിട്ട് ഇതുവരെ അവസരം കിട്ടി. ഇപ്പോഴാണ് തന്നെ മമ്മൂക്ക 5ാമത്തെ സിനിമയാണ് മമ്മൂട്ടി കമ്പനിയാണ്. ഇനി 400 സിനിമ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, 40 സിനിമ എന്നാണ് പറഞ്ഞേക്കുന്നത്. സത്യമാണെങ്കിൽ ഒന്ന് മമ്മൂക്ക അടുത്ത് വിളിച്ചെന്ന് ചോദിച്ചൊന്ന് ഉറപ്പിക്കണം. നല്ലതായിരിക്കും. ഞാനും മമ്മൂക്ക അങ്ങനെ ഉറപ്പിക്കേണ്ട കാര്യമില്ല. ഒരു മാനസിക വ്യാപാരമുണ്ട്, അതാണ് എൻ്റെ വിശ്വാസം. ഈ ജോണിച്ചാൻ്റെ കഥാപാത്രം എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എൻ്റെ കഥാപാത്രം പറഞ്ഞാൽ ഇതിൻ്റെ മൊത്തത്തിലുള്ള ത്രില്ല് പോകും. അത് പറയാൻ നമുക്കിവിടെ വരം അറിയിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഈ ഉത്സവ സ്ഥലങ്ങളിലൊക്കെ ഈ കടകൾ, പെരുന്നാൾ കടകൾ വാടക എല്ലാവരും വിളിച്ചെടുക്കുകയല്ലേ, അങ്ങനെ എടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. ബിന്ദു ചേച്ചി, നമ്മള് ലാസ്റ്റ് ആയിട്ട് എന്റെ ഓർമ്മയില് റോഷാക്കിലാണ് മമ്മൂക്കയുടെ ഒരു ഓപ്പോസിറ്റ് നിന്ന് കണ്ടേക്കുന്നത്. അപ്പൊ ടെർബോയില് എങ്ങനെയായിരിക്കും? സംസാരിക്കുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ്, ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു കാസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതെ, ചേച്ചി ഒരുപാട്. അതെ, ചേച്ചി പറഞ്ഞു. അതെ, റോഷാക്കില് വ്യത്യസ്തമാണ്, ഓപ്പോസിറ്റാണ്. പക്ഷെ ഇപ്പൊ മമ്മൂക്കയുടെ അടുത്ത് തന്നെയാണ്. ബിന്ദു ചേച്ചി, ഇപ്പോൾ സായി ചേട്ടൻ പണ്ടൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നേരിട്ട് വിളിക്കാൻ പറ്റില്ല മമ്മൂക്കനെ, ഏടാ ഇങ്ങ് വാടാ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ മമ്മൂക്കയുടെ അച്ഛനാവാൻ പറ്റുന്നുണ്ടല്ലോ രാജമാണിക്യത്തിലൊക്കെ, അതൊരു സൗകര്യമാണ്. അതുപോലത്തെ സൗകര്യം ആസ്വദിച്ചിട്ടുണ്ടോ ടെർബോയിൽ? തീർച്ചയായിട്ടും. അത് ടെർബോ മാത്രമല്ല, അതെ അതെ, ബസ് കണ്ടക്ടർ എന്ന് പറഞ്ഞ മൂവിയിലാണ് ഞാൻ ആദ്യം മമ്മൂക്കയുടെ ഉമ്മയാണത്. ഇതെനിക്ക് സെക്കൻഡ് ടൈമാണ്. എനിക്ക് വളരെ സന്തോഷമാണ്. ഈ പറഞ്ഞതൊക്കെ ഞാനും മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ ഔട്ട് ആൻഡ് ഔട്ട് ഒരു ആക്ഷൻ പടമാണല്ലോ ടെർബോ. അപ്പോ അത് മിഥുൻ മാനുവൽ തോമസ് എന്ന വ്യക്തിയിലുള്ള വിശ്വാസമായിരുന്നു അതിലോട്ട്? ഞാൻ മിഥുൻ മാനുവൽ തോമസിനെയും വൈശാഖിനെക്കാൾ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ വിശ്വസിച്ചിട്ടാണ്. അല്ലാതെ എനിക്ക് ഇവരെ ഞങ്ങളൊക്കെ നിങ്ങളെ വിശ്വസിച്ചിട്ട് വരുന്നത്. കാരണം ഇത് പ്രേക്ഷകർ സ്വീകരിക്കുമെന്നാണ് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ സിനിമാ പ്രവർത്തകരും വിചാരിക്കുന്നതും അങ്ങനെയാണ് ഇറങ്ങിത്തിരിക്കുന്നത്. ചിലരുടെയൊക്കെ ഊഹങ്ങളൊക്കെ തെറ്റിപ്പോകും, ചിലതൊക്കെ ശരിയാവും. എല്ലാവർക്കും എപ്പോഴും എല്ലാം ശരിയാവില്ല. ഇത് ശരിയാക്കണേ. മാസ് സിനിമകള് ഇല്ലെങ്കിൽ ആക്ഷൻ സിനിമകളെന്ന് പറയാൻ നേരത്തെ തന്നെ മലയാളികൾക്ക് ഓർമ്മ വരുന്ന ബിഗ് ബിയും ഭീഷ്മറും. അപ്പൊ അതിൻ്റെ അകത്ത് ബിഗ് ബിയില് ഗോപി സുന്ദർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്കോർ എന്ന് പറയുന്നത് യോ ബിഗ് ബി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നും വൈറലായിട്ടുള്ള ഒരു എന്താണ് സ്കോറാണ്. അത് കഴിഞ്ഞ് ഭീഷ്മറത്തില് സുഷിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലെയർ. അതിനുശേഷമാണ് നമുക്കടെ ടർബോയില് ക്രിസ്റ്റ വരുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ തിയേറ്ററിനെ പ്രകമ്പനം കൊള്ളിക്കാനുള്ള സാധനം ഉണ്ടോ? ഞാൻ ആദ്യം ഫേസ് ചെയ്ത ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മയുഗം അത്യാവശ്യം സ്പേസ്ഡ് ഔട്ട് ആയിട്ട്
സൗണ്ട് സ്കേപ്പും പരിപാടികളും മാക്സിമം എലമെൻറ്റ്സ് കുറച്ച് ആ ക്ലാസ് മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യാനാണ് ശ്രമിച്ചത്. നേരെ എക്സ്ട്രീം അറ്റത്താണ് ഇപ്പുറത്ത് ടർബോ വന്നത്. അപ്പോൾ ആദ്യം ഞാൻ വൈശാഖിനോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് കുറച്ച് ടൈം തന്നെ, ഞാൻ ഇത് ദ്രവ്യത്തിൽ നിന്ന് ഇറങ്ങി ഇതിലോട്ട് കയറാനുള്ള ടൈം തന്നെ എന്ന് പറഞ്ഞു. പക്ഷെ ഗ്രാജുവലി ചെയ്തു വന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ മാസ് പരിപാടി തന്നെ ആയിട്ട് വന്നിട്ടുണ്ട്. പ്രകമ്പനം കൊള്ളിക്കുമെന്നൊക്കെ ഉള്ളത് കണ്ടു നോക്കിയിട്ട് പറ. അത് ഞാൻ പൊതുവെ ആക്ഷൻ സിനിമകൾ കൂടുതൽ ചെയ്യുന്നതുകൊണ്ടാണ്. സ്വാഭാവികമായും അതിൽ ഹീറോസ് ആക്ഷൻ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ അങ്ങനെ ആക്ഷന് പ്രാധാന്യമുള്ള സിനിമയാണ് ഈ സിനിമയും. അപ്പോൾ അതിനൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. മിനിസ്റ്റർ രാജ വരാറായി. മിനിസ്റ്റർ രാജ ഇനി വേണം. അതെ, ഇന്നിപ്പോൾ നമുക്ക് ടർബോ കഴിയട്ടെ. ടർബോയിലെ നമ്മുടെ ഈ ജോസേട്ടായി എന്ന് വിളിക്കുന്ന ജോസ് നാട്ടിൻപുറത്തെ ചെറിയ പള്ളിപ്പറമ്പിലൊക്കെ ചെറിയൊരു ഷോ അടിയും എന്തെങ്കിലുമൊക്കെ വഴക്ക് വന്ന അങ്ങനത്തെ ഒരു അടിക്കാരനാണ്. അല്ലാണ്ട് വലിയ ഗുണ്ടയോ റൗഡിയോ മാഫിയ കിങ്ങോ അങ്ങനത്തെ ഉള്ള ആളൊന്നുമല്ല. നാട്ടിൻപുറത്തൊരു ഡ്രൈവറാണ്. ടൂറിസ്റ്റുകളെയും ഹൈ റേഞ്ചസിൽ കൊണ്ടുവരുന്നത് ഭയങ്കര അവിടെ ചില ഡ്രിഫ്റ്റിങ്ങും ഒക്കെ ചെയ്ത് അങ്ങനെ അവരെ ഇംപ്രസ് ചെയ്യുന്ന ആളാണ്. പക്ഷെ അത് പടത്തിൽ കാണിക്കുന്നില്ല. ഈ പുള്ളി ഇയാളെക്കാളും 100 ഇരട്ടി ബലമുള്ള ആൾക്കാരുടെ മുമ്പിൽ പെട്ട എന്തായാലും ഈ സ്ഥിതി. അതാണ് ഈ സിനിമ ചുരുക്കി പറഞ്ഞ്. അതിനകത്തുള്ള അടിയേ നടക്കുകയുള്ളൂ. മനസ്സിലാവുന്നില്ല ഞാൻ പറയും. നമ്മളെങ്ങാനും പോയി സാധാരണ മനുഷ്യർ പോയി എവിടെയെങ്കിലുമൊക്കെ പെട്ടാൽ ഇടി കൊണ്ട് പൊമ്പരമായി പോകും. പക്ഷെ ജോസ് പിടിച്ച് നിൽക്കുന്നു എന്നുള്ള നമ്മുടെ ഒരു സമാധാനം. അതൊക്കെ ഒരു സർവൈവൽ സ്വഭാവമുണ്ട് സിനിമയ്ക്ക്. കഥ ഞാൻ പറഞ്ഞില്ലെന്ന് പറയുന്നത്. ഇതാണ് കഥ. ഇപ്പോൾ ട്രൂത്ത് ഹാൻഡിൽസിലൊക്കെ ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അതായത് ടർബോ ആണ് ഏറ്റവും അധികം വലിയ റിലീസ് വരാൻ പോകുന്നത് പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ, ഇതായിരിക്കും ഏറ്റവും വലിയ കളക്ഷൻ ഉണ്ടാവുക, അങ്ങനെ കുറേ ചോദ്യങ്ങൾ വരുമല്ലോ. അതിനോടൊക്കെയുള്ള പ്രതികരണം എങ്ങനെ? മലയാള സിനിമയെ ഇതുവരെ ഇറങ്ങാത്ത രാജ്യങ്ങളിൽ നിന്നടക്കം എൻക്വയറി വരുന്നുണ്ട്. അവിടെ റിലീസാവണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ഇതെല്ലാം ഇക്കടെ അപ്രൂവൽ അനുസരിച്ചിരിക്കും. ഇക്ക ഓക്കെ പറഞ്ഞാൽ എല്ലായിടത്തും ഉണ്ടായിരിക്കും. അതൊരു വലിയ റിലീസ് തന്നെ ആയിരിക്കും. റിലീസാവട്ടെ, ആൾക്കാർ കാണട്ടെ. ഇപ്പം എല്ലാം തെറ്റു പറയുന്നുണ്ട്. ഇത് നമ്മൾ കേട്ടിട്ടില്ലാത്ത രാജ്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് തമാശ. അവിടെ ഈ പറയുന്നതോട് ഒരുപാട് നമ്മുടെ ആൾക്കാരുണ്ടാവുമല്ലോ. ഒരു ഷോ 2 ഷോ 3 ഷോ പിന്നെ ഓരോ ദിവസം കൂടുതൽ ഷോ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഏതായാലും ആളുകൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് വേറൊരു ടെൻഷൻ. മമ്മൂക്കയോട് ചോദിച്ചിട്ടാണ് എല്ലാ കാസ്റ്റിങ്ങും ചെയ്തിരിക്കുന്നത്. ഏത് സിനിമ ഞാൻ ചെയ്യുമ്പോഴും അതിൻ്റെ നിർമ്മാതാക്കളോട് ചോദിച്ചിട്ട് തന്നെയാണ് എല്ലാ കാസ്റ്റിങ്ങും ചെയ്യാറുള്ളത്. കാരണം അവരാണല്ലോ പൈസ കൊടുക്കേണ്ടത്. അവരോട് ചോദിക്കാതെ ഒരു കാസ്റ്റിങ്ങും വെക്കാൻ പറ്റില്ല. ഇതിൽ കുറേ താരങ്ങൾ തമിഴ് പല ഭാഷയിൽ നിന്നുള്ള താരങ്ങൾ, അവരൊന്ന് പേരുകളൊന്ന് പറയുകയാണെങ്കിൽ. ഇതിനകത്ത് മേജർലി നമുക്കുള്ളത് ഇദ്ദേഹവും സുനിലുമാണ്. അദ്ദേഹത്തിൽ നിന്ന് വരാൻ പറ്റും. പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള നിങ്ങൾ കണ്ടിട്ടുള്ള ഒരുപാട് ആളുകൾ, ഒരുപാട് പേരുണ്ട്. പ്രൊഡ്യൂസർ എന്ന നിലയിൽ മമ്മൂക്ക ഇതിന്റെ പ്രൊഡ്യൂസർ, ആക്ടറുമാണ്. അപ്പോൾ ആക്ടർ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് എങ്ങനെയാണ് ശമ്പളം പറഞ്ഞതെന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. മമ്മൂക്ക കേട്ടിരുന്നോ? മമ്മൂക്കയാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ, ആക്ടറുമാണ്. ആക്ടർ എങ്ങനെയാണ് ഈ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് ശമ്പളം പറഞ്ഞതെന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. ശമ്പളമൊക്കെ പറഞ്ഞിട്ടുണ്ട്, തരികയും ചെയ്യും. അതിൽ പിടിച്ചു മേടിക്കും. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? വിട്ടുവീഴ്ച ചെയ്യുമോ? വിട്ടുവീഴ്ച ചെയ്യേണ്ട വരില്ല. അങ്ങനെ പരിപാടി ഉണ്ടെങ്കിൽ തന്നെ ഇവർ തരാതെ പറ്റിക്കലേ ഉണ്ടാവുള്ളൂ. നമ്മൾ വിട്ടുവീഴ്ച ചെയ്യേണ്ട അതെ, വിട്ടുവീഴ്ച ചെയ്താൽ അവർ അത് ശീലമാക്കും. പിന്നെ തരാതെ പറ്റിക്കാം, അത് നമുക്ക് ഓർമ്മ ഇൻസിഡൻസ് ബേസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഈ സിനിമയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും അങ്ങനെ തന്നെ ആണോ? സ്കാമുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അത് കാണാം നിങ്ങൾക്ക്. സ്കാമുമായി ബന്ധപ്പെട്ട് പിന്നെ ഒരാളുടെ ഒരു കുഞ്ഞു ഒരു ജീവിതത്തിൽ നടന്ന ഒരു റിയൽ ഇൻസിഡന്റിന്റെ ഒരു പീസും കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ 2 കാര്യങ്ങൾ ഇതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഫഹദിന്റെ രാജമാണിക്യം കണ്ടിരുന്നോ? നമുക്ക് ഫഹദിന്റെ രാജമാണിക്യം കണ്ടിരുന്നോ? അപ്പം ഫഹദിനെ ഒരു പേഴ്സണൽ ഡിസ്കഷനിൽ പറയുണ്ടായി, രാജമാണിക്കും ചട്ടമ്പിനാടൊക്കെയാണ് ഫഹദിന് അതിൻ്റെ അത് ഒരു റഫറൻസ് ആയതെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് കണ്ടിരുന്നു ആ ചിത്രം? എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. ഫഹദിന്റെ സ്റ്റൈൽ തന്നെയാണ്. നമ്മൾ
നമ്മുടെ പറയുന്നതൊക്കെ ഒരു കേട്ടസി, നമ്മളൊരു റെഫറൻസ് വെച്ചാൽ ഓക്കെ, പക്ഷെ അത് ഈസ് ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആണ്. ചേട്ടൻ പറഞ്ഞ പോലെ സിത്താര എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ബാങ്കറാണ്. ഇവന്റെ ജീവിതത്തിലെ ഒരുപാട് നല്ല മൊമെന്റ്സ് കൂടി ഉണ്ടായിരുന്ന സെറ്റാണല്ലോ ടർബോ. ബർത്ത്ഡേ സെലിബ്രേഷൻ അപ്പൊ ഈ ടർബോന്റെ ഒരു ജേണി, മമ്മൂക്കയുടെ കൂടെ തക്ലീഫ് ഡയലോഗുകൾ കടിച്ചു തുറക്കുന്ന ഒരു ജേണി. അല്ല, അത് 23-ാം തീയതി എന്തായാലും അറിയാമല്ലോ. പിന്നെ നിതിൻ ചേട്ടൻ പറഞ്ഞ പോലെ ജോസേട്ടായി എൻ്റെയും കൂടെയാണ്, അതാണ്. എൻ്റെ കാര്യം പറഞ്ഞു. മമ്മൂക്കയുടെ സ്ക്രിപ്റ്റ് സെലക്ഷനെ കുറിച്ച് പാനലിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന പല സ്റ്റേറ്റ്മെന്റ്സും പല സെലിബ്രിറ്റീസും പറയുന്നുണ്ട്. ഒരു ക്രിയേറ്റർ എന്ന നിലയിൽ എങ്ങനെയായിരുന്നു ഇതിനെയൊക്കെ നോക്കി കാണും മമ്മൂക്കയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻസും കാര്യങ്ങളും? I think the first question I asked him when I met him was the same thing, because I'm a director who acts, and I'm very scared when I act in other script, because it's not only about selecting the script, it's also about then selecting the team, and selecting the team which actually is very passionate when we go on ground. Some people might write it very well, but they may not execute very well. Some might execute very well, they may not promote very well. So these are the stages that cinema has. So how do you select the script is the question that I had. And he said one beautiful thing, that is like, art is risky. I think that's the beauty of art. The moment we want to make it risk-free, then the whole fun is gone. So whenever he chooses a director or a script, he always chooses risk, and in spite of it he goes. I think that is something like the whole industry, the Indian industry or the world need to observe and learn. I think we need to learn it. It's not easy to have, everybody is insecure, especially artists. To have no insecurities when you select script, and for example, the moment somebody 1,000 people clap, you want 2,000 people to clap. Then you don't make films which are personal to 50 people. But that is not the case with Mammootty sir. He makes a film which might be completely personal like Kadal, and also a thriller and horror thriller like Brahmayugam, and then he comes with a turbo. I don't know how, maybe he need to explain, but it's beautiful to see and wonder. അപ്പോൾ ഈ ചോദിച്ചതിനുള്ള ഒരു നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ ലിസ്റ്റ് കൂടെ നിങ്ങൾ കബീർ സിംഗ് ദുഹാൻ അറിയാമല്ലോ, അദ്ദേഹമുണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ നമുക്ക് അരുൾദാസ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ട്, പിന്നെ വസന്തരവി ഉണ്ട്, നമോ നാരായണൻ, അങ്ങനെ 80ഓളം പേര് നമുക്ക് പുറത്തുനിന്നുള്ള ചെറുതും വലുതുമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ ഫീനിക്സ് പ്രഭു അറിയാമല്ലോ, ഷാജി നെടുവിൽ, അവരൊക്കെ നമ്മുടെ പോസ്റ്ററിൽ കണ്ട ആളുകളൊക്കെ ടെക്നീഷ്യന്മാരായിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ഞങ്ങളൊക്കെയാണ് ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലുമായിട്ടുള്ളത്. ഇത്രയും പറഞ്ഞു വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര നേരം ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ പത്രസമ്മേളനം RJ ബാലാജി എന്ന് പറയുന്ന തമിഴ് ഈ അടുത്ത് പറഞ്ഞിരുന്നു, മറ്റൊരു ആക്ടർ അവിടുത്തെ വലിയൊരു സൂപ്പർ സ്റ്റാറിനെ വെച്ച് സിനിമ ചെയ്യിപ്പിക്കുമ്പോൾ നരയിടാൻ വരെ അവർ കുറേ നേരം ഡിസ്കസ് ചെയ്യേണ്ട വന്നു. നരയിട്ടാൽ എങ്ങനെയായിരിക്കും ഇമേജിനെ ബാധിക്കുന്നത്. മമ്മൂക്ക എപ്പോഴും മമ്മൂക്കയുടെ സൗകര്യത്തിനല്ല, സിനിമയുടെ സൗകര്യത്തിനാണ് നിന്നിട്ടുള്ളത്. അത് ആ ഒരു ലവ് ഉണ്ടല്ലോ സിനിമയോട്, അതിന്റെ പേരിന്റെ കാര്യം എന്താ? നേരത്തെ പറഞ്ഞാണ് ലവ്, സിനിമയോടുള്ള ലവ്, പാഷൻ. എനിക്ക് സിനിമ അല്ലാതെ ഒരു വഴിയും വേറെ ഞാൻ കാണുന്നില്ല. ഈ സിനിമ ഇല്ലെങ്കിൽ എൻ്റെ കാര്യം കുഴപ്പത്തിലാവും, എൻ്റെ ശ്വാസം നിന്ന് പോകും. താങ്ക് യു. നമുക്ക് ആ ഡയലോഗ്, ആ ട്രെയിലറിൽ പറഞ്ഞ ആ ഡയലോഗ്, ലാസ്റ്റ് ഡയലോഗ് ഉണ്ട്, മമ്മൂക്ക ഒന്ന് പറ മമ്മൂക്ക പ്ലീസ്. അല്ല മമ്മൂക്ക ആ ഡയലോഗ് ഒരു കാര്യമുണ്ട്, എനിക്ക് വേണ്ടി ഒരു പടം വരച്ച ഒരു കുട്ടി, അത് നമുക്ക് ഈ ഡയലോഗ് എന്തായാലും പറയണം കേട്ടോ. നമുക്ക് ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയെ നമുക്ക് വിളിക്കാം. ആ കുട്ടി ആ ഡയലോഗ് ഒന്ന് പറയണം. അല്ല നമുക്ക് ആ ഡയലോഗ് പറയുമ്പോൾ നമുക്ക് പടത്തിലേ പറയുള്ളൂ, എനിക്കറിയാം. അല്ല ഇതിന് ആ ഡയലോഗും ഇതും മമ്മൂക്കയെ കൊണ്ട് പറയിപ്പിച്ചാണ് എൻ്റെ ഡയലോഗ്. മമ്മൂക്ക വീണ് കഴിഞ്ഞു
ഞാൻ വീഴുവാണല്ലോ ആ ഞാൻ വീഴുവാണെങ്കിൽ എൻ്റെ കൂടെ 10-15 പേര് കൂടെ മമ്മൂക്ക ഞങ്ങൾ സിനിമയ്ക്ക് വേണമെങ്കിൽ ഞങ്ങൾ 10-15 പേരുമായിട്ട് സിനിമയ്ക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട്? പൊളിക്കണ്ട നമുക്ക്. വീഴരുത് ഒരിക്കലും ഇല്ല. മുന്നിലിരുന്ന് 10-15 പേരൂടെ പോകും. ഒരുത്തനും വീടിരുന്ന് എല്ലാവരും നല്ല എനർജി ആയിട്ട് നിൽക്കും. പുഷായിട്ട് ഇരിക്കും. എനിക്ക് ഒരു കുട്ടിക്ക് ഒരു ചെറിയ പരിപാടി ജോർജ് ചേട്ടാ ജോർജ് ചേട്ടോ പിള്ളാണോ ശ്രീകണ്ഠൻ നായരുടെ നമ്മുടെ വേണ്ട എടുത്തു പോകും. താങ്ക് യു. ഒരു സെൽഫി അത് മറന്നു ഞാൻ ആ കുട്ടിയുടെ കാര്യം പറഞ്ഞു.